ഹലോ, നമ്മളിന്ന് പാറപ്പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ മക്കാമക്ക് കയറിയത് കേട്ടോ. പാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തൊരു മദീന ഹോട്ടലുണ്ട്, നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. മാഷാല്ല സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് മക്കാമക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഇപ്പോൾ നമ്മൾ ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഈ ഒരു മക്കാമിൻ്റെ ഒരു സൈഡ് വശം ഫുള്ള് ബീച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പതിയെ കാണാം. ഇത് മാഷാല്ല അതന്നുവിൻ്റെ കാൽപ്പാതാണ്. നമ്മളതൊക്കെ കണ്ടതിന് ശേഷം മേലോട്ട് കയറിയപ്പോൾ ഇതാണ് മക്കാമക്കുള്ള റോഡ്. നമ്മൾ ളുഹർ നിസ്കാരത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി കയറിയതിന് ശേഷം നമ്മളിതിപ്പോൾ ഈ മക്കാമക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടേക്കുള്ള വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ആദ്യം കണ്ടത് വലിയ വലിയ കബറുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് മാഷാല്ല അങ്ങനെയൊക്കെ കബറുകളൊക്കെ കാണുന്നത്. എന്നിട്ട് അവിടെ മക്കാമത്തെ സന്ദർശന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളെ ലക്ഷ്യം ബീച്ചാണ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ തന്നെ നമുക്ക് ബീച്ചിലേക്ക് എത്തിപ്പെടാം കേട്ടോ. ഈ വരുന്ന വഴിക്കൽ കബറുകൾ വലുതും നമ്മുടെ നോർമൽ രീതിയിലുള്ള കബറുകളും ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബീച്ചിൽ ഒരു 2-3 പ്രത്യേകതകളുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. ഇപ്പം നമ്മൾ പോണത് ഒരു പ്രത്യേകതയുള്ള സ്ഥലത്തേക്കാണ്. അതായത് അവിടെയൊക്കെ ആൾക്കൂട്ടം കാണുന്നില്ല. അവിടെ വേറെ ഒന്നുമല്ല, ഒരു കിണറുണ്ട്. ഈ ഒരു ബീച്ചിൻ്റെ അരികിലായിട്ട് തന്നെയാണ് ഈ കിണർ വരുന്നത്. പക്ഷേ ബീച്ചിലത്തെ വെള്ളത്തിന് ഉപ്പുണ്ടാവുമല്ലോ, പക്ഷേ ഈ കിണറ്റിലെ വെള്ളത്തിനുണ്ടല്ലോ ഉപ്പില്ല. അപ്പോൾ അതാണ് എന്തോ ഒരു കറാമത്തില്ലാതെ എങ്ങനെയായാലും അതങ്ങനെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ പാറക്കടിയിൽ കണ്ടില്ലേ, അത് ഖബറാണ് കേട്ടോ. ഒരു ഖബറ് കുറേ കാലം മുമ്പ് ഉള്ളതാണ് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. ഇപ്പോൾ ഇവിടെ വന്ന് ബീച്ചിൽ നമ്മൾ ഇറങ്ങി കുറച്ച് ചെയർഡേഴ്സും അതുപോലെ ഐസ് അതൊക്കെ ബീച്ചിൽ വന്നാൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് തിന്നും കുടിച്ചും കളിച്ചൊക്കെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കാണുന്ന പാറകൾക്ക് മുകളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കുട്ടികൾ കടലിലിറങ്ങിയിട്ട് അവിടെ ഇങ്ങോട്ട് വരണ്ടേ. അപ്പോൾ അവരൊക്കെ തട്ടിക്കുട്ടി പിടിച്ച് കൊടുന്ന് ഇപ്പോൾ നമ്മളിതാ പാറമ്മൽ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നടന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ ഇറങ്ങി പോകട്ടോ. നിറയെ പാറകളാണ്, ഫുള്ള് പാറകളാണ് കേട്ടോ. വെറുതെ അല്ലേ ഈ ഒരു സ്ഥലത്തിന് പാറപ്പള്ളി എന്നൊക്കെ പേര് വന്നിട്ടുള്ളത്. ഇത് വലിയ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടത്. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഈ ഒരു വഴിക്കൊക്കെ വരണമെന്നെങ്കിലും ഒന്ന് കണ്ട് സന്ദർശിച്ച് പോയിക്കോളി. ഏതായാലും നഷ്ടമാവൊന്നുമില്ല. അങ്ങനെ നമ്മൾ പാറയ്ക്ക് മുകളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോഴാണ് ഇവിടെ ഈ ഒരു സാധനത്തിൻ്റെ പേരെന്തേനു, കല്ലുമ്മക്കായ തന്നെയല്ലേ. അപ്പോൾ അത് പെറുക്കുന്നതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെ അവിടുത്തെ ആ ഒരു സാധനം എടുക്കാൻ വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അസ്തമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങണത്. ഈ ചെക്കനെ എപ്പോൾ ഫോട്ടോ എടുക്കാൻ നോക്കിയാലും അയക്കൂല. ഇപ്പോൾ കണ്ടില്ല, ഇന്ന മണ്ണെടുത്ത് എറിയുക ചെയ്യുന്നത്. നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ജിന്നുപള്ളി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മളെ കിണറ്റിലെ വെള്ളത്തിൻ്റെ ഒരു സംഭവം, പിന്നെ ജിന്നുപള്ളി, പിന്നെ ആ ഒരു ഖബറ് കേട്ടോ. അപ്പോൾ നമ്മൾ മാഷാല്ല അതൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടുന്ന് പോന്നിട്ടുണ്ട്. പോന്നപ്പോൾ മഗ്‌രിബിൻ്റെ ടൈമായി തുടങ്ങിയിരിക്കണം കേട്ടോ. ഏകദേശം ടൈം ആവാറായിരിക്കണം. അപ്പോൾ അസർ നിസ്കാരം കഴിഞ്ഞിട്ടില്ല. നേരെ തന്നെ ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തെത്തി. ആ പള്ളി അതാ കാണുന്നത്. നമ്മൾ നേരത്തെ കയറി വന്നപ്പോൾ കണ്ട പള്ളിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അസർ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞവിടെ തന്നെ മഗ്‌രിബ് ബാങ്കും കൊടുത്തു. അപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ആണുങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ നിസ്കാരം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത അപ്പോഴത്തേന് നമ്മളാൾ കിടന്ന് ഉറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ മാഷാല്ലാ പാറപ്പള്ളിത്തെ സന്ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ഇവിടെ നല്ലൊരു ചായ പോയിട്ട് അവിടുത്തെ ആൾക്കാർ മൈൻഡ് ചെയ്യുന്ന പോലില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ ഫുഡ് കഴിച്ച സ്ഥലത്ത് പോയിട്ട് തന്നെ നമ്മൾ
ചായയൊക്കെ കുടിച്ച് നേരെ തിരിച്ചിട്ടാ. പിന്നെ നമ്മൾ നേരെ വന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. പിന്നെ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ രാത്രിക്കത്തെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്റ്റാഫുകളും ഉണ്ട് അവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് മാഷാ അല്ലാ ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. നിങ്ങൾ ഈ ബൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി വെക്കുക. ഇതിൻ്റെ പേര് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.